ക്യാൻ പ്രസൻസ് സ്വയംവര സിൽസ് ഇടവേളകളില്ലാതെ ബാബു. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ് ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു തുടർച്ചയാണ് അല്ലേ? എപ്പോഴും ഈ ഒരു യാത്ര തുടരുകയാണ്, ആ ബസ്സിലെ യാത്രകൾ പോലെ. അപ്പോൾ ഇത്തവണ നമ്മൾ സിനിമയിലുള്ള ആൾ തന്നെയാണ്, പക്ഷെ സംഗീതവുമായി ബന്ധപ്പെട്ട ചേട്ടന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ നമുക്ക് കേൾക്കാം. ഇടവേള ബാബുവിനെ എത്ര വർഷമായിട്ട് എനിക്കും മോഹനും അറിയാമെന്നറിയാമോ? അത് ഒരു ആക്ടർ എന്നതിലുപരി ഒരു ഫാമിലി ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ്. ബാബുവിൻ്റെ ഓർഗനൈസേഷണൽ സ്കിൽസ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമ്മ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന് ഇത്ര എന്താ പറയുക ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ അതൊരു തനി സ്കിൽസ് തന്നെയാണ്. ബാബുവിൻ്റെ എത്ര ഷോസ് പാടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആ സമയത്ത് പാടിയിരുന്നപ്പോൾ എനിക്ക് മാനേജറോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ബാബു വിളിക്കുമ്പോൾ നമുക്ക് ആ ഷോ ധൈര്യമായിട്ട് പോവാം. എല്ലാം ടിപ്പ് ടോപ്പായിട്ട് അറേഞ്ച് ചെയ്ത് കാണും. മെറ്റിക്കുലസ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മളവിടെ ചെന്ന് പാടി തിരിച്ചു വന്നാൽ മതി. അപ്പോൾ ഫോറിനിൽ എത്ര ഷോസ് നടത്തിയേക്കണു. പിന്നെ ഇരിഞ്ഞാലക്കുടയിൽ തനിമ എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക സംഘടനയുണ്ട്. അതിൽ ബാബു ഒരു മെയിൻ ആളാണ്. അവരുടെ ഷോ ഒക്കെ ആ സമയത്ത് നടത്തിയിരുന്നപ്പോൾ നമ്മുടെ അവാർഡ് നൈറ്റ്സ് ഒക്കെ ഇല്ലേ, വലിയ അവാർഡ് നൈറ്റ് നടത്തുന്ന പോലെയാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത്, അത്ര ഗ്രാൻഡായിട്ട്. പിന്നെ ബാബുവിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പേരൊക്കെ നമ്മളെ വിളിക്കുന്നത് നമ്മൾ നോ പറയും. ബാബു വിളിച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റില്ല, കാരണം വിളിക്കണത് അങ്ങനെയാണ് വിളിക്കണത്. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ്. എന്താ ഇത് രസകര കാര്യം എന്നറിയാം, ചേച്ചിയുടെ പിന്നെ ഈ നോ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ചേച്ചിയുടെ ഒരു ബൈറ്റ്സ് എടുക്കാനായിട്ട് വിളിക്കുമ്പോൾ ചെന്നൈയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു 21-ാം തീയതി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി നമ്മൾ 19-ാം തീയതി എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാബുവിൻ്റെ കാര്യത്തിന് ഇത് പറയാനില്ല, മൊബൈൽ എടുത്ത് തന്നാൽ മതി എന്ന് ചോദിച്ചു. അതിന് മൊബൈലിൽ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തെടുത്ത് തന്ന ഒരു ഗംഭീര ഒരു ഇതാണ്. അപ്പോൾ അതാണ് ആ ഒരു റാപ്പൗട്ട് എന്ന് പറയുന്നത് അല്ലേ? എനിക്കൊന്നാ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതെ, എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്. മോഞ്ചേട്ടനായിട്ട് ഭയങ്കര അടുപ്പാണ്. അത് അടുത്ത സ്വേതയായിട്ട് ഞാൻ നല്ല അടുപ്പാണ്. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ അവരൊക്കെ സംഗീതം എൻ്റെ ഒരു വലിയ വീക്ക്നെസ്. അത് കാരണം എന്താ വെച്ചാൽ അമ്മ മ്യൂസിക് ടീച്ചറാണ്. പഠിപ്പിക്കാനിരുത്തിയ സമയത്ത് നമ്മൾ പഠിച്ചില്ല. അന്ന് ഈ സാപ്പാസൊക്കെ വലിയ പുച്ഛമായിരുന്നു. നമ്മൾ റാപ്പിങ് ഇപ്പോൾ എന്നല്ലായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ നഷ്ടബോധം എനിക്കുണ്ട് ആ സംഗീതത്തിൽ പഠിക്കാതിരുന്നതും. പക്ഷെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ എനിക്ക്. പക്ഷെ പഠിച്ചിട്ടില്ല, പാടാനുള്ള ഒരു കഴിവ് ഞാൻ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാട്ട് പാടുന്നവർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷേ ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന നടീനടന്മാരൊക്കെ ആയിട്ട് അടുപ്പുണ്ട്. പക്ഷെ ഇവരെക്കാൾ ഒരു മടങ്ങ് കൂടുതലാണ് സംഗീതത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള അടുപ്പം. അത് ദാസേട്ടം തുടങ്ങി എല്ലാവരുമായിട്ടുള്ളൊരു അടുപ്പം എനിക്ക് വളരെ കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാസേട്ടനായിട്ട് ആരും പറയാതെ തന്നെ എനിക്ക് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഞാൻ സംസാരിക്കാറുണ്ട്. PUSലാണ് 3 കൊല്ലമായിട്ട്. സുജാ ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനൊരു മടിച്ച് ചേച്ചി കേൾക്കുന്നത് ചേച്ചി ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെ കാരണങ്ങൾ പറയാതെ അത് മോനെ ഞാനത് ആ ഡേറ്റ് ഫ്രീ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പട്ടിക്ക് സുഖമില്ല, പൂച്ചയെ നോക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് സുഖമായിട്ട് എസ്കേപ്പ് ചെയ്ത് കളയും. അപ്പം നമ്മൾക്കറിയാം ചേച്ചി ഇത് നോ പറയുന്നറിയാം. അതിന് വേണ്ടി ചില വട്ടച്ചിറ്റിലൊക്കെ നടത്തി ചേച്ചിയെ സമ്മതിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരിക. ചേച്ചി വീട്ടിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ചിത്രയായാലും ചിത്ര ആദ്യം പാടുന്നതിന് ദൃക്സാക്ഷിയാണ് ഞാൻ. അതെന്താണ്? ഇടവേളയുടെ ഡബ്ബിങ്ങിൻ്റെ പാരലായിട്ടാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ കൃഷ്ണേന്ദ്രൻ ഉണ്ട്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ പാട്ടുകാരനാണല്ലോ, അതെ, സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അടുപ്പാണ് നമുക്കുള്ളത്. അത് വെച്ചിട്ട് ദാസേട്ടൻ പാടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടൻ പാടാൻ പറ്റുന്ന ഞങ്ങൾ കാത്തു നിന്നു. അന്ന് ചിത്രാഞ്ജലി തന്നെ താമസം. ഞങ്ങൾ 1 മാസത്തോളം കണ്ടാണ് അവിടെ താമസിച്ചത്. അന്ന് സ്റ്റുഡിയോ പുതുക്കി പണിത് ആ പുതിയ ഇതൊക്കെ ഉള്ള സമയം. അപ്പോൾ നമ്മളവിടുത്തെ ഒരു അന്തേവാസിയായി. അങ്ങനെ ദാസേട്ടൻ പാടാൻ വരികയാണ്. ദാസേട്ടൻ പാടാൻ വന്ന് ദാസേട്ടൻ അകത്ത് കയറി പോയി വേഗം ചെരുപ്പിലൊക്കെ തൊട്ട് നമസ്കരിച്ചു. കാരണം വെള്ള ചെരുപ്പൊക്കെ കിടക്കുന്നത്. അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ
അന്ന് ദാസേൻ്റെ കൂടെ പാടിയൊരു പുതിയ പെൺകുട്ടിയെ പാടിയിരുന്നു. അപ്പോൾ അതുവരെ ആ കുട്ടി അസലായിട്ട് പാടിയിരുന്നു. ദാസേട്ടൻ വന്ന് പാട്ട് ഡ്യുവറ്റാണ്. ഞാൻ എങ്ങനെ അതിൽ എം ജി രാധചന്ദ്രനാണ് മ്യൂസിക്. ദാസേട്ടൻ വന്നതോടുകൂടി ശബ്ദമൊക്കെ പോയി. ഭയങ്കര ഇതായി, ആകെ ഇതായി. അതുപോലെ ഇതെല്ലാവരും മുട്ടുകൂട്ടിയിരിക്കും, അത് വേറെ കാര്യം. ഇത് കഴിഞ്ഞ് ദാസേട്ടൻ പോകുമ്പോൾ എം ജിയോട് പറയുന്നത് കേട്ടു, ഞാൻ പോയി കഴിഞ്ഞിട്ട് ടേക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. ദാസേട്ടൻ പോയിട്ട് സുന്ദരമായിട്ട് അങ്ങോട്ട് പാടി. അന്ന് ഞാൻ നോട്ട് ചെയ്തതാണ്. അതായിരുന്നു കെ എസ് ചിത്ര. കെ എസ് ചിത്രയുടെ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ദൃക്സാക്ഷിയാണ് ഞാൻ അവിടെ. പിന്നെ ചിത്രയായിട്ട് നല്ല ഫാമിലി ബന്ധമാണ്, എല്ലാവരുമായിട്ട് നല്ല, വിജയേട്ടനായാലൊക്കെ നല്ല ഇതാണ്. വിജയേട്ടനെ ഒരുവിധം ആരും അടുപ്പിക്കില്ല, ഞാനായിട്ട് നല്ല ബന്ധം. ഞാൻ ധൈര്യപൂർവ്വം വിജയേട്ടനെ വിളിക്കുന്നത്. ഇതുപോലെ എല്ലാവരുടെയും ഇത് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരുടെ അവർക്ക് കംഫർട്ടാക്കുക. പ്രത്യേകിച്ച് സംഗീതത്തിലുള്ളവർക്ക് വളരെ സെൻസിറ്റീവ്. സിനിമാഭിനയത്തേക്കാൾ അവർ നടന്മാർക്കുള്ള ഗുണം എന്നറിയോ, ഏത് അറ്റ്മോസ്ഫിയറിലും അവർ പാകപ്പെടും. നമ്മളിപ്പോൾ ഭയങ്കര ഹൈ ലൊക്കേഷനിൽ ചെന്നാലും റോട്ടിലാണെങ്കിലും, ഇപ്പോൾ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ 2 പേര് റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പോൾ കാരവനൊക്കെ വന്നു, ധർമ്മക്കാരും സിനിമക്കാരും മാത്രമേ റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ കളിയൊക്കെ പറയുന്നതല്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല, സത്യമാണ്. നമുക്ക് ഏത് സാഹചര്യം കംഫർട്ടാണ്. ഇവിടെ ഒന്നും ഓക്കെ, ഇവിടെ അവിടെയാണ് അവിടെ ഓക്കെ. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ പോയി കുറച്ചധികം അതും ഓക്കെയാണ്, പക്ഷേ മറ്റുള്ളവർക്ക് അത് പറ്റില്ല. അല്ല, ഈ സ്റ്റേജ് ഷോകളോടുള്ള ഒരു സ്നേഹം ഇപ്പം തുടങ്ങിയത് അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഇടമാണ്. കാരണം നമുക്കറിയാം അതിൻ്റെ ഒരു എനർജി ലെവൽ ഇങ്ങനെ നിറഞ്ഞ് അവിടെ ഇവിടെ ഓടി ഇങ്ങനെ നടന്ന് അവിടെ എല്ലാത്തിനും നിൽക്കുന്നത്. സത്യം പറയാൻ പാടില്ലാത്തതാണ്. സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യുന്ന അവിടെയാണ്. ആണല്ലേ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം റിസൾട്ട് ഇമ്മീഡിയറ്റ് ആണ്. പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. തുടങ്ങുന്ന മുതൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഇതിൻ്റെ നമ്മൾ എന്താ പറയുക, സാങ്ഷൻ വാങ്ങിക്കാൻ പോകുന്നതോട്ട് പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. വേറെ ആളെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഷോ ചെയ്യുക. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഫോൾട്ട് എന്താ വരാൻ പോണെന്നുള്ള ഒരു ആദ്യ ധാരണ എനിക്കുണ്ടാവും. പിന്നെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള എൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾക്കാരെ നമ്പർ 1 ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. ബന്ധങ്ങളൊക്കെ വേറെ. എനിക്ക് നല്ല ഒരുവിധം എല്ലാ സൗണ്ട് ടെക്നീഷ്യൻസായിട്ടും നല്ല അടുപ്പാണ്, എൻജിനീയേഴ്സൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന 1-2 പേരുണ്ട്. അല്ലെങ്കിൽ ഫ്രാൻസ് ചേട്ടൻ, അല്ലെങ്കിൽ ടെന്നീസൺ. ഇവരൊക്കെ ഒഴിവുണ്ടോയെന്ന് ആദ്യം നോക്കും. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്ന് നോക്കിയാൽ ഫ്രാൻസ് ചേട്ടന് ടെന്നീസിനെ അറിയാം, ഞാൻ എന്തിനാണ് നോക്കണേന്ന്. അതുപോലെ ലൈറ്റ് എൻജിനീയേഴ്സ്, ഞാൻ ഇതിലൊന്നും പറയണ്ട, ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി, അപ്പോൾ അവർക്ക് അറിയാം എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അങ്ങനൊരു വേവ് ലെങ്ത് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിടുന്നത്. ഞാൻ ടെക്നീഷ്യൻസിനെ ഭയങ്കര ബഹുമാനിക്കുന്ന ആളാണ്. കാരണം ഒരു ഷോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ കഴിവ് മാത്രമല്ല, എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ പോലെ തന്നെ ഒരു ഷോൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അവിടെ ഓരോരുത്തർക്കും റോളുണ്ട്. ഞാൻ അവരുടെ ഭക്ഷണ കാര്യങ്ങളും അവരുടെ ഷോ നടക്കുമ്പോൾ സാധാരണ ഈ ക്യാമറാമാനൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ വരാൻ പോകാൻ പറ്റില്ല. അതിനപ്പുറത്തൊരു തുള്ളി വെള്ളം കൊടുക്കും. പക്ഷെ ഞാൻ എൻ്റെ ഷോയിൽ പാക്ഡ് ഫുഡ് എല്ലാവർക്കും എത്തിക്കും. അതെത്തിയില്ലെന്ന് ഞാൻ നോക്കും. അങ്ങനെ ഇവരെ മാക്സിമം കംഫർട്ടാക്കുക. അതുകൊണ്ടാണ് ചേച്ചി തന്നെ പറഞ്ഞത് നോ എന്ന് പറയാൻ പറ്റില്ല എന്ന്. അതെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ സ്വാതന്ത്ര്യമുള്ളത്. ഇപ്പം എല്ലാവരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ എങ്ങനെയും കൊണ്ടുവരാമെന്ന് പറയും. അതൊരു സ്വാതന്ത്ര്യം എല്ലാവരുടെ അടുത്തും എന്താ പറയുക, അടുക്കള വരെ കയറി ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അവിടെ ഒരു ചോദ്യം, ഈ പറഞ്ഞ പോലെ ഇത്രയും വിപുലമായ ഒരുപാട് എണ്ണമറ്റ ഷോ ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് വിദേശത്തൊക്കെ അനവധി. ഏതെങ്കിലും മറക്കാനാവാത്ത ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ? ഷോകൾ ഓരോ ഷോ ഒരു അനുഭവമാണ്. കാരണം പ്രശ്നങ്ങൾ എവിടെ നിന്ന് അടി വരിക എന്നറിയില്ല. പണ്ട് അമ്മയുടെ ഷോ നടക്കുകയാണ്. ഷോ തുടങ്ങുന്ന അന്ന് ബാബുരാജിൻ്റെ കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോഴിക്കോട്. ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പറയുന്നത്, ബാബുരാജിനതൊന്നും അറിയില്ല, മറ്റേ ഫയർഫോഴ്സ് ഇല്ല, ഫയർഫോഴ്സ് വേണ്ട തുടങ്ങാൻ പറ്റില്ല കളക്ടർ പറയും. പിന്നെ ഞാനും ബാബുരാജും കൂടി ഓട്ടോ ഓടിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഓഫീസിൽ. ഓഫീസറെ കുപ്പായടിച്ച് ഞങ്ങൾ 10 മിനിറ്റിനുള്ളിൽ കടിപ്പിച്ച് കൊണ്ടുവന്ന്. അങ്ങനെ പല അനുഭവങ്ങൾ. ഷോസൊക്കെ ഭയങ്കര സങ്കീർണമാണ്. ഷോൻ്റെ ഇടയിൽ കുറേ കോമഡികളുണ്ടാവും, നമ്മൾ അറിയാത്ത കോമഡികളുണ്ടാവും. അതുപോലെ തന്നെ ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും. ഞാനൊരു തവണ മറ്റേ മലപ്പുറം സൈഡിലൊരു പെരിന്തൽമണ്ണയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ബോംബെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ആ കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ നിന്ന് ഒരു ജോണേൻ്റെ കമ്പനിയുടെ പ്രൊഡക്ഷനാണ് വന്നിരിക്കുന്നത്. അവർ വലിയ സെറ്റ്. അന്ന് ലൈറ്റപ്പ് ചെയ്തത് ബക്കറ്റ് തുണ്ടത്തിലാണ്. നമ്മുടെ അമിതാഭ് ബച്ചൻ ഷോ ചെയ്തതാണ്. അന്ന് ബക്കറ്റ് അത് ചെയ്തിട്ടില്ല, അതിന് മുമ്പാണ് എൻ്റെ കൂടെ ചെയ്തത്. അങ്ങനെ ഒരുവിധം എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും കൂടെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ ബക്കറ്റ് തോട്ടത്തിലാണ് ലൈറ്റപ്പൊക്കെ. അങ്ങനെ ഭയങ്കര ഷോ ആണ്. ഷോ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനറേറ്റർ ഓഫായി. പക്ഷേ അവർ വലിയ ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വർക്ക് ചെയ്യണം എല്ലാവരും. ലൈറ്റ് മാനൊക്കെ ഗ്ലൗസ് ഇട്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ആ സമയത്ത് ഗ്ലൗസ് ഉള്ള പരിപാടി ഒന്നും ഇത് നിന്ന് അവർ പകച്ചു, അവർ അത് നോക്കണം. അപ്പോൾ എൻ്റെ ഷോ ആയിരുന്നു എൻ്റെ സ്ഥിരം ചെയ്യുന്ന കുറേ ടെക്നീഷ്യൻ ഉണ്ട്. അന്ന് സ്വപ്ന സൗണ്ട് കാലിക്കറ്റ് ആയതുകൊണ്ട് അവർ എല്ലാവരും വന്നിട്ട് കാണാൻ. ഞാൻ പറഞ്ഞു ഇറങ്ങടാന്ന് പറഞ്ഞു. അവർ ഓടിച്ചാടി അത് കടിച്ചു പിടിച്ച് വലിച്ച് ഇത് ഡീസൽ കളയുന്നു, കുത്തുന്നു, സംഭവം ജനറേറ്റർ സ്റ്റാർട്ടായി. അപ്പോൾ അവർക്കൊരു കാര്യമില്ല. പക്ഷേ ആ ഒരു ബന്ധം നമ്മൾ ഈ പ്രത്യേകിച്ച് ഇവൻറ്റ് ഫീൽഡിൽ എന്ന് വെച്ചാൽ ആരെ കൊണ്ട് എപ്പോഴും ഉപയോഗം ഉണ്ടാകുന്ന അറിയില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ തുല്യത വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഷോന് വയ്ക്കുന്നവരെ ചിലപ്പോൾ അടുത്ത ഷോന് വിളിക്കില്ല, അടുത്ത ആളെ വിളിക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിളിക്കാറുമില്ല. പിന്നെ ഒരാളുടെ പേയ്മെൻറ്റ് ഞാൻ തർക്കിക്കാറില്ല. ഞാനൊരു ബഡ്ജറ്റ് ഇട്ടുണ്ടാവും. ആ ബഡ്ജറ്റിലേക്ക് ഞാൻ പറയും ഇന്ന ദിവസത്തെ ഇന്നാണ് ഷോ എന്ന് പറയുമ്പോൾ അവർ പറയും ഇത്ര രൂപ എന്ന് പറയും. എനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കാം. അതുപോലെ തന്നെയാണ് മ്യൂസിക് സ്റ്റേഷൻ. പാട്ടുകാർ ഭയങ്കര കാശ് പറയുമ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ ഉള്ളൂ, അടുത്ത പാട്ടുകാരിലേക്ക് പോകും. അങ്ങനെ ചെറിയ ലെവലിൽ എൻ്റെ കൂടെ വന്ന് തുടങ്ങി വലിയ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുള്ള പാട്ടുകാരുണ്ട്, ആങ്കേഴ്സ് ഉണ്ട്. ചുരുക്കം ഞാൻ പറയാം റിമി ടോമി വളരെ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ വിളിച്ച് ഷോ ചെയ്തിട്ടുണ്ട്, വലിയ എമൗണ്ട് കൊടുത്ത് ഷോ ചെയ്തത്. പക്ഷെ അവരൊക്കെ ഇന്നും ഞാൻ വിളിച്ചാൽ വരുന്നുള്ള വിശ്വാസക്കാരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, ചേട്ടൻ ഒരു ചെറിയ വിഷമം പോലെയാണ് പറഞ്ഞത്. സംഗീതജ്ഞന്മാരോട് അത്ര ഇഷ്ടപ്പെടുമ്പോൾ കുട്ടിക്കാലത്ത് ഈ സംഗീതം പഠിക്കാൻ പറ്റിയില്ല. അമ്മയാണെങ്കിൽ നല്ല സംഗീത ബോധമുള്ള സംഗീത അധ്യാപികയാണ്. അപ്പോൾ ആ വിഷമം പിന്നീട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അമ്മ സംഗീതം പഠിപ്പിക്കാനൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട്? ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ അതോടൊപ്പം ഡാൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മള് അതിൽ വരെ ഞാൻ സംഗീതമാണ് നമ്മുടെ വിഷയം, പാട്ട് ഞാൻ പഠിപ്പിക്കണം. അതിന് പിന്നെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ വേറെ ലൈനിലേക്ക് അങ്ങോട്ട് പോയി. അതെ അതെ. ഇപ്പം അതിനൊരു നഷ്ടബോധം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലേ. പക്ഷേ അത്യാവശ്യം പാടുമോ? 2 വരിയൊക്കെ പാടാമല്ലോ? ഇല്ല, എന്താ അറിയോ, അതിനോട് ബഹുമാനമുണ്ട്, അതോടെ പാടാതെ. വേറെ ഒന്നല്ല, പാടാനൊക്കെ പറ്റില്ല എന്നല്ല, പക്ഷെ അതിനോട് ഇത്തിരി ബഹുമാനമുണ്ട്. അതുകൊണ്ട് പാട്ട് കേൾക്കുക, പാട്ടിന് അഭിപ്രായം. ഞാൻ നല്ല മ്യൂസിക് ഷോ എഴുതും. കാരണം ഇന്നവരെ ഇന്ന പാട്ടുകളെ സ്റ്റേജിൽ ഏൽക്കുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഷോയിൽ ഏൽക്കുള്ളൂ, ഇന്ന ആൾ ഇന്ന പാട്ട് പാടിയാൽ നന്നായിരിക്കും, ഇതൊക്കെ ഞാൻ അഭിപ്രായം പറയും. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്യും. ഇപ്പോൾ അമ്മയുടെ ഷോ ആയാലും ഏത് പാട്ട് പാടണം, എന്ത്. ഇപ്പോൾ ഏറ്റവും വലിയ ഷോ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വെച്ചാൽ നല്ല പാട്ടുണ്ടായിരിക്കും, പക്ഷെ മ്യൂസിക് റൈറ്റ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ചാനലിലൊരു പാട്ട്, ഇതൊന്നും ആർക്കും അറിയില്ല. ഒരു ചാനലിൽ പാട്ട് വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാനുള്ള അവർക്ക് റൈറ്റ്സ് വേണം, പിന്നെ ഇൻ്റർനാഷണൽ റൈറ്റ്സ് വേണം, ഡിജിറ്റൽ റൈറ്റ്സ് വേണം, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് വേണം. ഇതെല്ലാം കൂടി ഉണ്ടെങ്കിലേ ഒരു പാട്ട് പാടാൻ പറ്റും. ഇപ്പോൾ ഒരു ഷോന് തന്നെ നമ്മുടെ MG സുമാറിൻ്റെ മരുമാനുണ്ടല്ലോ, പുള്ളിക്കാവെല്ലാം അവാർഡ് കിട്ടിയതാണ് തീവണ്ടിയിലെ പാട്ട്. പക്ഷേ പുള്ളിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റിയില്ല. ഞാൻ അവൻ്റെ കമ്പനിയെ വിളിച്ചു പറഞ്ഞു, പുള്ളിക്ക് അവാർഡ് അതിനാണ്, ആ പാട്ട് പാടാൻ പറ്റില്ല, കാരണം അതിൻ്റെ റൈറ്റ്സ്. ഇതൊരു ഗതികേടാണെന്നറിയാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ സ്റ്റേജ് ഷോ ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നം ഈ മ്യൂസിക് റൈറ്റ്സാണ്. ബാക്കി എല്ലാം തരണം ചെയ്യാം, സ്പോൺസറെ ഉണ്ടാക്കാം, തെണ്ടി നടക്കുക, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ മ്യൂസിക് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സ്റ്റേജ് ഷോൻ്റെ ലൈഫ് കളഞ്ഞു. അമ്മയുടെ തിരുവനന്തപുരത്ത് സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്ത ഷോന് 47 ലക്ഷം രൂപ കൊണ്ടാണ് മ്യൂസിക് റൈറ്റ്സിന് മാത്രം കൊടുത്തത്. ഇത് സ്റ്റേജിൽ കാണില്ല. നമ്മൾ വലിയ ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയുന്ന പോലെ സിനിമയിൽ അത് കാണില്ല. അതുപോലെ തന്നെയാണ് ഈ മ്യൂസിക് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് വെറുതെ വലിയ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് പ്രതിസന്ധിയിലാക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ചേച്ചി ഒരു ചോദ്യം ചോദിക്കണമെന്ന് പ്രത്യേകം ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിയുടെ ചോദ്യം കൂടി എന്തായാലും കേൾക്കാം നമുക്ക്. ബാബുവിൻ്റെ അമ്മ നല്ലൊരു മ്യൂസീഷ്യനായിരുന്നു, ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ പാട്ടുകാരോടൊക്കെ ഇത്ര സ്നേഹം ഇടവേള ബാബുവിന്. എല്ലാവർക്കും അറിയോന്നറിയില്ല, ബാബു നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ എപ്പോഴാണ് ഡാൻസിങ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു ഡാൻസറിനെ നമുക്ക് കാണാൻ കഴിയുക? ഞങ്ങൾക്ക് കാണണ്ടേ ബാബു ഡാൻസ് ചെയ്യുന്നത്? അതൊരു 1.5 ചോദ്യമാണ്. അതെ അതെ, അത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതായത് കാരണം വെച്ചാൽ 2 ആൺകുട്ടികളാണ് ഞങ്ങൾക്ക്, അമ്മയ്ക്ക്. അപ്പോൾ ചേട്ടൻ അത്യാവശ്യം കഥകളിയൊക്കെ ചെയ്യും. ജയചന്ദ്രൻ. ഞാൻ ബാബുചന്ദ്രൻ നായതാണ്. അപ്പോൾ ഡാൻസ് ഇങ്ങനെ വീട്ടിൽ പഠിച്ചു. ഞാൻ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഡാൻസിലേക്ക് പോയി. പക്ഷെ സിനിമയിൽ അങ്ങനെ ഒരു അവസരം, എനിക്ക് ഒരു പക്ക ഡാൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ അത്യാവശ്യം എല്ലാ കൊറിയോഗ്രാഫേഴ്സിനും അറിയാം എനിക്ക് അത്യാവശ്യം ഡാൻസ് അറിയാം എന്നുള്ളത്. കാരണം അവർ
സ്റ്റെപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ ചെയ്യുന്നവർക്കറിയാം. ഇത് നമ്മൾ ഹിറ്റ്ലർ സമയത്ത് ഭയങ്കര കോമഡിയായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കലാഭവൻ റഹ്മാൻ്റെ ആയിരുന്നു. അങ്ങനെ പേര് മോശമായിട്ട് പറയില്ല. റഹ്മാൻ അത് എൻജോയ്. റഹ്മാൻ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിക്കും. അപ്പോൾ മമ്മൂക്ക ഷൂട്ടിങ് കാണാൻ വന്നിരിക്കും. നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് ഇരുന്നിട്ട് പറയും, ഡാ നീ ഇവിടെ വന്നിരിക്കും, അത് അവർ മര്യാദയ്ക്ക് ചെയ്യുന്നത്, നീ തെറ്റിക്കല്ലേ, കാരണം അത് നമുക്ക് പറഞ്ഞ പണിയിട്ടില്ല എന്ന് പറയും. ഡാൻസ് ഒരു ഭയങ്കര എൻജോയ് ചെയ്യുന്ന സാധനം. ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. അല്ല, ചോദിച്ചത് കൊണ്ടാണ് ഒരു നർത്തകന്റെ റോളിൽ കാണാൻ പറ്റുമെന്ന. അല്ല, അതിനുവേണ്ടി ശ്രമിച്ചാൽ പറ്റായൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു വേഷം കിട്ടുകയും അതിനുവേണ്ടി ആ സമയത്ത് തയ്യാറെടുക്കുകയും ചെയ്താൽ പറ്റാത്ത കാര്യമൊന്നുമില്ല. ആ താളബോധമൊക്കെ എപ്പോഴും ഉണ്ട്. എല്ലാം ഇപ്പോഴും അത്യാവശ്യം ചെയ്യാം. ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സ്കൂൾ യുവനോത്സവത്തിന് നാടോടി നൃത്തത്തിൽ ആ വർഷത്തെ 1ാം സമ്മാനം നേടിയ ആളാണ് അല്ലേ. അപ്പം ആ ഓർമ്മ 77 അതായത് യൂണിവേഴ്സിറ്റി അല്ല പിന്നെ യുവനോത്സവമൊക്കെ തുടങ്ങി ആദ്യ ക്ലാസ്സിൽ പഠിക്കുന്നു. ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കാവോ? അന്ന് പെൺവേഷത്തിലാണ് ഞാൻ. അതെ, ആൺകുട്ടികളും പെൺകുട്ടികൾക്കും 2 ഇതാണ് നാടോടി നൃത്തം. അതെ. അപ്പോൾ അന്ന് എനിക്ക് എറണാകുളത്ത് വെച്ച് നടത്തിയ ഇതിലാണ് 1ാം സമ്മാനം ലഭിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 10-17 പെൺകുട്ടികൾ കഴിഞ്ഞ് 1ാമത്തെ നമ്പറാണ്. അപ്പോൾ ഈ 1ാമത്തെ നമ്പർ കിട്ടിയപ്പോൾ തന്നെ എല്ലാവരും മൂഡ് ഓഫായി. കാരണം ഒന്ന് പിഴയ്ക്കും, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കെന്ത്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഞാൻ 1 കിട്ടി കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് ചെയ്യണത്. പക്ഷെ അവിടെ വെച്ച ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പെട്ടെന്ന് ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റിന്, അപ്പോൾ ഒരുപാട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കണേ. എൻ്റെ അമ്മയും ഷാഡോ ഗോപിനാഥും കൂടിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ ഗിറ്റാറിസ്റ്റിന് പെട്ടെന്ന് സുഖമില്ലാതെ, അല്ല അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര വറീഡായി. കാരണം അന്ന് ഇതുപോലെ വേറെ സംവിധാനങ്ങളില്ല. അത് നല്ല ഗിറ്റാറിന് ഒരുപാട് പ്ലേ ഉള്ള ഇതാണ്. എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ പാട്ടുകാരൻ പറഞ്ഞ്, ഞാൻ ആരെങ്കിലും തപ്പിയിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഏതോ ഒരു ഗിറ്റാറിസ്റ്റിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇയാൾ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് ഒരു പ്രാവശ്യം പാടി ഒരു ശരി വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് നേരെ വായിക്കുകയാണ്. റിഹേഴ്സൽ ചെയ്തിട്ടില്ലൊന്നുമില്ല. പുള്ളി അങ്ങോട്ട് വായിച്ച് തകർത്ത് വായിച്ചു. നമ്മുടെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗിറ്റാറാണ് പാട്ടിനെ അന്നത്തെ പെർഫോമൻസ് ഏറ്റവും സഹായിച്ചത്. പിന്നെ പെൺകുട്ടികൾ കഴിഞ്ഞ് എന്നെ കണ്ട ആണെന്ന് പെൺകുട്ടി എന്നെ വിചാരിച്ച എൻ്റെ രാമകൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ആളെ മേക്കപ്പ് ചെയ്താണ്. പെർഫെക്റ്റ് പെണ്ണായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കാണ് 1ാം സമ്മാനം കിട്ടുന്നത്. ഈ ഗിറ്റാറിസ്റ്റ് പിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഉഷാദൂപ്പിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ ഗിറ്റാറിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് എന്നെ അറിയടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം, നിങ്ങളെ പോലെ അറിയാത്തൊരാളല്ലേ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ലടോ നമുക്കൊരു പരിചയം മുമ്പുണ്ടെന്ന്. ഞാനാണ് എൻ്റെ പ്രോഗ്രാമിന് അന്ന് ഗിറ്റാർ വെച്ചത്. അത് ഒരു വലിയ ഇതാണ്. കാരണം നമ്മൾ എവിടെയോ ജീവിതത്തിൽ പേരെന്തായിരുന്നു? എമിൽ ഐസക് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഇന്ത്യ കണ്ടതിൽ വലിയൊരു ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹത്തിന് ഭയങ്കര മ്യൂസിക് സ്കില്ലുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഉഷാദൂപ്പിൻ്റെ പാട്ടുകളുടെ പ്രധാനപ്പെട്ട ഒരു സക്സസ് അങ്ങവരായിരുന്നു. ഈ ഇടയ്ക്കാണ് മരിച്ചത്. മരണത്തിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം കിടപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിതയാത്രയിൽ എവിടെയെങ്കിലേക്ക് വെച്ച് കൂട്ടിമുട്ടുന്നവർ പിന്നെയും പ്രത്യേകിച്ച് ഇവൻറ്റ് ഫീൽഡ് അതാണ്. ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ആരാണ് സഹായത്തിന് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ സ്കൂൾ യുവനോത്സവത്തിൽ മാത്രമല്ല, ക്രൈസ്റ്റ് കോളേജ് വന്നതിന് ശേഷവും തുടർച്ചയായിട്ട് 5 വർഷം അല്ലേ, 5 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ചേട്ടൻ ക്രൈസ്റ്റ് കോളേജിൽ ചേർന്നു. അല്ല, അവിടെ ഒരു കാര്യം, അപ്പോൾ അന്ന് താങ്കളുടെ കൂടെ മത്സരിച്ച ഒരാളുണ്ടായിരുന്നു. മത്സരിക്കുകയും പിൽക്കാലത്ത് ക്രൈസ്റ്റ് കോളേജിൽ അദ്ദേഹം ഇപ്പം മാനേജറാണ്, ക്രൈസ്റ്റ് കോളേജിൻ്റെ മാനേജർ കൂടിയാണ്, റെവറൻഡ് ഫാദർ ജോയ്. അദ്ദേഹത്തിനും എന്തോ താങ്കളോട് പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഇടവേള ബാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് ഇരിഞ്ഞാലക്കുടയുടെ സ്വന്തമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്റ്റ് കോളേജിൻ്റെ സ്വന്തമാണ്. അന്നത്തെ കാലഘട്ടത്തിലെ ഡാൻസ് കോമ്പറ്റീഷൻ, അത് പുരുഷ വിഭാഗത്തിലുള്ള ഡാൻസ് കോമ്പറ്റീഷൻ പെൺകുട്ടികളെ പോലും കവർ ചെയ്യുന്ന വിധത്തിലുള്ള പെർഫോമൻസാണ് ക്രൈസ്റ്റ് കോളേജിൽ നിന്നുള്ള ആൺകുട്ടികൾ ഇൻട്രസോൺ വേദികളിലും ഡീസോൺ വേദികളിലുമൊക്കെ അരങ്ങേറിയിട്ടുള്ളത്. 80 മുതൽ 85 വരെയുള്ള കാലഘട്ടം 5 വർഷമാണ് അദ്ദേഹം ഇവിടെ പഠിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് ഇടവേള എന്ന് പറയുന്നുള്ള ഫിലിം ഇവിടെ അരങ്ങേറുന്നത്. അതോടുകൂടെ തന്നെയാണ് അദ്ദേഹത്തിന് ഇടവേള എന്നുള്ള പേരും വീഴാനുള്ള അവസരമുണ്ടായിട്ടുള്ളത്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഞാൻ എലത്തുരുത്താണ് പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ളത്. അന്ന് ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഡാൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളൊന്നും ഒരു അടുത്ത് പോലെ നിൽക്കുന്ന, അത്രയ്ക്കും
പെർഫെക്റ്റായിട്ടുള്ള ആ കല ഡാൻസിനെ അവതരിപ്പിക്കാൻ ഇടവേള ബാബു എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇത് പെൺകുട്ടികളെ പോലും അതിശയിപ്പിക്കുന്ന നർത്തകൻ എന്നാണ്. അല്ല, അങ്ങനെയല്ല, ഞങ്ങളുടെ ടീം ഭയങ്കര ടീമായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അമ്മ അത്യാവശ്യം കാലുമൊക്കെ വടിയെടുത്ത് എറിയും. അപ്പോൾ അത് കാരണം എൻ്റെ അമ്മ, അതെ അമ്മയുടെ ഇതൊരു പെയിൻറ് ചെയ്താണ് കേട്ടോ. അതെ. അപ്പോൾ ആ ശിക്ഷണത്തിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നതൊക്കെ. പിന്നെ ഒരു ശിവശങ്കരൻ മാഷുണ്ടായിരുന്നു. നല്ല ടീമായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ അവസാനം കെട്ടിയ സ്റ്റേജ് ഉണ്ടല്ലോ, സ്റ്റേജ് ഒന്ന് കുലുക്കി കളയും. നമ്മൾ അവസാനത്തെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴേക്കും സ്റ്റേജ് കുലുക്കി ഒന്ന് എല്ലാവരും ഞെട്ടിച്ച് കളയും. അത് നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ടീമായിരുന്നു. നമുക്ക് തുടർച്ചയായിട്ട് എനിക്കൊന്ന് ഞാൻ വരുന്നതിന് മുമ്പും 2-3 കൊല്ലം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാനും വന്നപ്പോൾ ഞങ്ങൾ ടീമിന് സാധിച്ചിട്ടുണ്ട്. അതല്ലേ, എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടവേളയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അതെ, ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഇടവേളയിൽ അഭിനയിക്കുന്നത്. ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇടവേള എന്ന പടത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട സീൻ, കാരണം ഒരു പ്രിൻസിപ്പൽ അച്ഛൻ തന്ന കത്ത് മാറ്റി അടിക്കാനുള്ള തീരുമാനമെടുത്ത് അശോകനും ഞാനൊക്കെ കൂടി ഈ ഒരു പോയിന്റിലാണ് ഞങ്ങൾ ആ സീൻ എടുത്തത്. വർഷങ്ങൾ 40-ൽ കൂടുതലായി എങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. കസേരകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്ന് മാത്രം. മരങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ആ ഒരു സന്തോഷം ഇപ്പം ഞാൻ പങ്കിടുകയാണ്. ശരിയാണ്, കാരണം ഈ അതേ സ്ഥലത്ത് പിന്നെയും എനിക്കൊരു 20-22 കൊല്ലം എനിക്കൊന്ന് 25 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സ്റ്റുഡൻ്റായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ പരിപാടി നിർത്തിയതാണ്. നിറം വന്നപ്പോൾ ഞാനാണ് അതിനൊരു ഞാനും കമൽക്ക പറഞ്ഞ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പെർമിഷൻ എടുക്കണം കോളേജിൻ്റെ. അപ്പോൾ ബാബു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ പോയിട്ട്, അപ്പോൾ കമലിനും ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ പ്രിൻസിപ്പൽ അച്ഛന് അത്ര ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എൻ്റെ നല്ല ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ അത്യാവശ്യം കുരുത്തക്കേടുണ്ടായിരുന്ന കാരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ബാബുവിന് തരാം ഷൂട്ടിങ്ങിൻ്റെ, പക്ഷെ ബാബു അതിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ചെന്ന് തുറന്ന് ഷൂട്ട് ചെയ്യിച്ച് രാത്രി പറഞ്ഞയക്കുന്നത്. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനത്തിൽ ഞാൻ പടത്തിൽ അഭിനയിക്കില്ല തീരുമാനത്തിൽ. കാരണം എൻ്റെ കൂടെ പഠിച്ചിരുന്നവരെല്ലാം അവിടെ അധ്യാപകനൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ ഞാനിനി അവിടെ പോയി അവരുടെ അസൂയെങ്കിലും മാറ്റണ്ടേ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് തന്നെയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടും അതേ കോളേജിൽ ഞാൻ പഠിക്കുകയാണ്. അതാണ് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും ഹീറോ ആവണം, കോളേജിലെ ഹീറോ ആവണം അല്ലേ. പൊതുവേ നേരത്തെ പറഞ്ഞൊരു കുറച്ച്. അതെ, അല്ല, അത് 2 ഗുണമുണ്ടായിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെ അഭിനയിച്ചു. അത്യാവശ്യം പടം അന്ന് 50 ദിവസം ഓടിയ പടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റു കോളേജുകൾ ഉദ്ഘാടനം പോവുക, ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ, ഇതായിരുന്നു എൻ്റെ മെയിൻ ജോലി. പക്ഷേ 2 കുഴപ്പമുണ്ടായി. ഒന്ന്, അന്ന് ഞങ്ങളുടെ കോളേജ് മിക്സഡ് കോളേജല്ല, ഞാനൊക്കെ പോന്നിട്ടാണ് മിക്സഡ് കോളേജ് ആവുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളെയൊക്കെ ഇവിടെ വളച്ചോണ്ട് പോകുന്നത് അല്ല, ക്രൈസ്റ്റ് കോളേജ് അല്ല, സെൻറ്റ് ജോസ്, അത് സിനിമയ്ക്ക് മുമ്പായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് അത് പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടെയാണ് എല്ലാ പെൺകുട്ടികളും പോവുക, സെൻറ്റ് ജോസഫ് കോളേജിൽ നിന്ന് വിട്ടിട്ട്. ഇപ്പോൾ ഈ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സെൻറ്റ് ജോസഫ് കോളേജിൽ നടുവിലാണ് എൻ്റെ വീട്. അപ്പോൾ അതിൽ പോവുക. അപ്പോൾ പുറത്തിറങ്ങി നിന്നാൽ വായ നോക്കാൻ നിൽക്കാമെന്ന് പറയും. അകത്ത് വിളിച്ചിരുന്നാൽ പറയും അവൻ ഭയങ്കര ജാടയെന്ന് പറയും. അപ്പോൾ ഈ 2 അനുഭവിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് എൻ്റെ യഥാർത്ഥ സത്യം. പിന്നെ എല്ലാത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ വന്നു. പക്ഷെ എന്നാലും അത്യാവശ്യമൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ MCOM-നോടെ തന്നെ ചേരാൻ എനിക്ക് മറ്റേ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചില്ല. കാരണം ഞാൻ ക്ലാസ്സിൽ BCom-നെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. എൻ്റെ നല്ല പഠിക്കുന്ന കൂട്ടുകാരെ ഞാൻ കണ്ടുപോയിക്കും. എന്നിട്ട് ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങും. എൻ്റെ വീട്ടിലാണ് രാത്രി ചായയൊക്കെ കൂട്ടി എല്ലാവരും. അപ്പോൾ നല്ല നോട്ട്സൊക്കെ എഴുതിയ ആൾക്കാരുണ്ടാവും. അവർ നോട്ട്സൊക്കെ ഞാൻ പഠിക്കും. അങ്ങനെ തടി തപ്പിയൊക്കെ പോകുന്നു ഞാൻ. കോളേജ് കാലത്ത് നല്ലൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഇപ്പോഴും അതെ, ആ കോൺഗ്രസ് അനുഭാവം അല്ല, അതല്ല, എനിക്ക് ചിലരോട് ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് അന്നത്തെ ഇന്ദിരാഗാന്ധിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കരുണാകരൻ സാറിൻ്റെ അടുത്തും ലീഡറിൻ്റെ അടുത്തും ഭയങ്കര ഇഷ്ടമായിരുന്നു.
അങ്ങനെ കോൺഗ്രസ് പിളർന്ന സമയത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ഒരു ജാഥ നടത്തി, ഞാൻ ഒറ്റയ്ക്ക്. അത് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്തായിരുന്നില്ലേ? അല്ല, മരിക്കുന്നതിന് മുമ്പാണ്. അത് കോൺഗ്രസ് രണ്ടായിക്കുകയും ഇപ്പോൾ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിലേക്ക് പോവുകയും കെ കരുണാകരൻ ഇപ്പുറത്ത് നിൽക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ക്രൈസ്റ്റ് കോളേജ് ഒറ്റയ്ക്ക് ജാഥ നടത്തി. ഞാൻ KSU കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇടവേള അദ്ദേഹം കണ്ടിട്ടുണ്ട് സിനിമ. അത് അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ നാണുത്തച്ഛൻ്റെ കൃഷ്ണകുമാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അടുപ്പം കൊണ്ട് അദ്ദേഹം ഇടവേള കണ്ടിട്ടുണ്ട്. ഞാൻ ഇടവേളയിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് എന്നെ KSUവിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കാനുള്ള തീരുമാനമായി ലീഡറിൻ്റെ സന്ദേശം എനിക്ക് വരുന്നത്. ഒരു പക്ഷേ ഞാൻ അന്ന് സിനിമയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ പക്ക രാഷ്ട്രീയക്കാരൻ. അവിടെ ഒരു ടേണിംഗ് ആണ്. അതിൻ്റെ കഥ പന്തളം സുധാകരൻ എഴുതിയിട്ടുണ്ടത്. രമേശ് ചെന്നിത്തലയും പന്തളം സുധാകരനും കൂടി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഈ കാര്യം സംസാരിച്ചതും പന്തളം എഴുതിയിട്ടുണ്ടത്. അപ്പോൾ ഒരുപക്ഷെ സിനിമാക്കാരനായിരുന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല രാഷ്ട്രീയക്കാരനായിട്ട് മാറുമായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം എനിക്ക് അമ്മയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചില ആദർശങ്ങളോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. വൈരാഗ്യം എല്ലാവർക്കും അവരുടേതായ പൊസിഷനുണ്ട്. ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ നേതാക്കളായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളാണ്. പക്ഷെ നമുക്ക് ചില നമ്മുടേതായ തീരുമാനങ്ങളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അസംബ്ലി ഇലക്ഷന് എൻ്റെ പേര് ചോദിച്ചതാണ്. അതെ, പലയിടത്തും പല സമയത്തും നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ എൻ്റെ അടുത്ത് ചോദ്യം വന്നതാണ്. പക്ഷെ അതിന് സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. എപ്പോഴെങ്കിലും മത്സരിക്കുമോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കിത് വിട്ടാൽ ചിലപ്പോൾ അതായിരിക്കും അത്. പക്ഷേ ഒരു വല്ലാത്ത ഇപ്പം ഇന്നസെൻ്റ് ഏട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച് രാഷ്ട്രീയക്കാരനായ അയാളല്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ കഴിവുണ്ടായിരുന്നു, ജനങ്ങളെ കൂട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇലക്ഷൻ നിന്നേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഒരു ചില കാര്യങ്ങൾ വന്നുകൂടാല്ല എന്ന് പറയാൻ പറ്റില്ല. ഇടവേള ബാബു ഒരു സൂപ്പർ സ്റ്റാർ അല്ല മലയാള സിനിമയിൽ. പലപ്പോഴും ഒരു ക്രൈസിസ് മാനേജർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ചിലപ്പോൾ അത് പ്രകടമായിരിക്കില്ല. അദ്ദേഹം ചിലപ്പോൾ ഉയരം കുറഞ്ഞ ഒരാളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കണ്ടാൽ കാണാത്ത ഒരുപാട് ആഴത്തിലുള്ള ഒരു മനുഷ്യനാണ് ബാബു. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ, ഒരുപാട് സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് ശ്രീ ഇടവേള ബാബു.